എന്താണോ കൊച്ചിരാമ? ചെല്ലമ്മ എവിടെ? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അക്കനെ എഴുതിച്ചില്ല. എന്താണ് സുഖമില്ലേ? എന്ത് ചെല്ലമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല, മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യങ്കി കിടന്നു, ഞങ്ങൾ പോന്നു. ചെല്ലമ്മ വന്നില്ലേ? ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല. എന്ത് ചെല്ലമ്മ എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. ഉയരും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് കാന്നെഴുതിക്കുമായിരുന്നു. ആരാണ് നിന്നെ തന്തയ്ക്കൊണ്ട് കൊടു? ആരായിരിക്കും? ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാതെ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശ് തന്നല്ലോ. ചേക്കണ് നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചുമടി ഒന്നുകൊണ്ട് കൊടുക്കണം ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. ഓ കൊട്, അച്ചാർക്കും അല്ലല്ലോ, പിള്ളേരുടെ തന്തയ്ക്കല്ലയോ. വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മേടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തോരു കാന്തനോരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേഴി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ലോ ആ മണ്ണന്മാരെയൊന്നും അലക്കണില്ലേക്ക? അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ, എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക, കല്യാണം. എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടി ചെല്ലമ്മ. എനിക്ക് അകലത്തെ കാണണില്ല. ഓ, ജോഡി നോക്കാഞ്ഞിട്ട വാക്ക, നമുക്ക് കിടക്കാം. പള്ളിയേക്ക, പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ,
അവരുടെ മനസ്സിലല്ലേ കല്യാണം. തന്നെ തന്നെ. പക്ഷേ അതിന്റെ പേര് വേറെയാ, കല്യാണമല്ല. നീ വന്ന് കിടക്ക. ആരാണ് ഛർദിക്കണത്? ചെല്ലമ്മ എന്താടി? കാർത്തി ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുപോയി. എന്തരടി അല്ലമ്മ? എന്തരടി അല്ലമ്മ? ഒന്നുമില്ല, കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞു കുടിച്ചതാണ്. അപ്പൊ മുതലേ ഒരു മനമറിപ്പ്. നീ ഇന്ന് ചന്തയിൽ വരണ്ട, വീട്ടിൽ പോയി കിട. വേണ്ട, എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല. പറഞ്ഞത് കേരടി പണി. ഞാൻ മരുന്ന് വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു മോളെ? സാരമില്ലക്ക, മാറി. ആ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലേടി? ചെല്ലമ്മ, എന്തോ ഇതെന്തരാണിത്? ഇത് കൊള്ളാം. മനുഷ്യർക്ക് വല്ലതും വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കുമല്ലേ? എടി ഇങ്ങോട്ട് നോക്കാൻ. പെണ്ണെ, മത്തങ്ങ എടുത്ത് ചോറ്റിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവളാ. നേര് പറയടി. അക്ക, ഞാൻ പേഴച്ചവളെ, മിണ്ടിപ്പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി നീ? ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ചു കൊണ്ടു നടന്ന് ഇത്ര നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിന് നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടക്കായി കിടക്കുന്നത്? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്കും ഉണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിനു വേണം പറഞ്ഞിട്ട്? അയ്യോ, അക്കൻ കരയണ വല്യക്ക. കാര്യായിട്ട് കഴിഞ്ഞു ചാവിട്ടു. അക്ക, അക്ക, എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്ന് വല്ലതും മേടിക്കണോ? നീ പോയി കിടന്നു. പേടിക്കാനൊന്നുമില്ല. അവക്കൊരു വയറ്റ് വേദന. നീ പോയി കിടന്നു. അക്ക, ഞാൻ മഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തയും ചമ്മണ്ടയും ഒന്നുമില്ലാത്ത ഒരു കളവിയാ ഞാൻ. അക്കനെ എന്തും പറയാം. അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ശാസിപ്പാൻ? ഗുണദോഷിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ.
ഏതിനും വന്നത് വന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ. ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട. പല്ലിലും ചുട്ടിലും തൊടാതെ അണ്ണാക്കി ഒഴിച്ചു. നേരത്തോടെ നേരമാവുമ്പോ രണ്ടും രണ്ട് പാത്രമാവും. വേണ്ടക്ക, നമുക്ക് കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിന് ബോധക്കേട് പറയുന്നു? പെണ്ണെ അതിന് തലപൊക്കി നടക്കാൻ ഒക്കുള്ളൂ. എന്താ നടന്നാല് അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തൊരു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ വരുമക്ക, എന്തെങ്കിലും വരും. വരും വരും. നീ കാലം നീട്ടിയിരുന്നു, നമുക്ക് കാണാം.